أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 91ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി നമ്മെ കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഇങ്ങനെയുള്ള എളിയ ഖിദ്മകളൊക്കെ വലിയ പ്രതിഫലമുള്ള ഇബാദത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. രണ്ട് ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മാറ്റി റാഹത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തരട്ടെ. ആമീൻ. വിശുദ്ധമായ റമളാനിൻ്റെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമളാൻ ഈ വർഷത്തേത് പകുതിയും യാത്ര പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് റമളാൻ 16, നാളെ റമളാൻ 17. എന്താണ് റമളാൻ 17ൻ്റെ പ്രത്യേകത? എല്ലാവർക്കും അറിയാം. റമളാൻ 17നാണ് സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും തമ്മിൽ മാറ്റുരച്ച, അങ്ങനെ സത്യത്തിന്, ധർമ്മത്തിന്, നീതിക്ക് വിജയം കിട്ടിയ ബദർ പോരാട്ടം നടക്കുന്നത്. ബദറിൻ്റെ പശ്ചാത്തലമൊക്കെ ശരിക്ക് നമുക്കറിയാം. ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയിലെ ജീവിത കാലം നമുക്ക് നന്നായി അറിയാം. 40 കൊല്ലം അൽ അമീൻ എന്ന സ്ഥാനപ്പേരിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിക്കുന്നത്. അൽ അമീൻ, വിശ്വസ്തൻ. ഒരാൾക്കും എതിരഭിപ്രായം പറയാനില്ലാതെ സർവസമ്മതനായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിക്കുന്നത്. 40 കൊല്ലം. ആർക്കും എന്തു പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടോ, അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടാൽ അതിന് എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിൽ പരിഹാരം ആയി അവിടെ. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും വരുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ 40 കൊല്ലം അവരുടെ ഇടയിൽ ആർക്കും മറുത്തൊന്നു പറയാനില്ലാത്ത വിധം സർവസമ്മതനായി, സുസമ്മതനായി ജീവിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജബലുന്നൂറിലെ ഗാർ ഹിറയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വാക്യം അവതരിപ്പിക്കലോടുകൂടി നുബൂവത്ത് ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി താഴെ വരുന്നത്. അല്ലാഹുവാണ് ഇബാദത്തിന് അർഹൻ, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിൻ്റെ ദൂതനാണ് ഞാൻ. ഈ സന്ദേശം നിങ്ങളിലേക്ക് അറിയിക്കാൻ, നിങ്ങളെ വിളിച്ചറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്
ഈ സത്യം സകല തെളിവുകളും വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവരെല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുവായി കണ്ട് എല്ലാവരും വിയോജിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ തുനിയുകയാണ്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രബോധനവുമായി മുന്നോട്ട് പോയി. വിരലിലെണ്ണാവുന്ന ആളുകളെ മെല്ലെ മെല്ലെ ഈ സത്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു. ചുരുക്കി പറയട്ടെ, അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കളുടെ അക്രമങ്ങളും അവരുടെ പീഡനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളെക്കൊണ്ട് വിശ്വസിച്ച സ്വഹാബത്തിനും ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തെല്ലാം തരത്തിൽ ബഹിഷ്കരണം, പൂർണ്ണമായ ബഹിഷ്കരണം. എവിടെ ചെന്നാലും ആരും ഒന്നും കൊടുക്കില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. അങ്ങനെ ചെടിയുടെ ഇലകൾ, പച്ചിലകൾ വരെ ഭക്ഷിക്കേണ്ടി വന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും. എന്തെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര പേരെ തൂക്കിലേറ്റി, എത്ര പേരെ ഏതെല്ലാം പറയാൻ കഴിയാത്ത വിധം മർദ്ദിച്ചു, പീഡിപ്പിച്ചു. എന്തേ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്നു എന്ന കാരണത്താൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനം വധിക്കാൻ വേണ്ടി 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുക വരെ ചെയ്തില്ലേ? ആ സംഭവമൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ജനിച്ച നാട്ടിൽ, 4 പതിറ്റാണ്ടിലേറെ ജീവിച്ച നാട്ടിൽ ജീവിക്കാൻ ഇനി കഴിയാത്ത വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒപ്പമുള്ള സഹാബത്തിനെയും ആട്ടിയൊടിച്ചു. സത്യത്തിൽ അങ്ങനെയല്ലേ ഹിജ്റ സംഭവിക്കുന്നത്? മദീനയിലേക്ക് പോകുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും. ഞാൻ ചരിത്രം നീട്ടി പറയല്ല, പക്ഷേ ശ്രദ്ധിക്കണം എല്ലാവരും. അങ്ങ് മദീനയിൽ പോയി മദീനക്കാർ 2 കൈയും നീട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലഅൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അവർ ദഫ് മുട്ടി സ്വീകരിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മദീനക്കാർ വളരെ മാന്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയും അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രബോധനവുമായി, ദൗത്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെയും ജീവിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിലെ കുഫാറുകൾ കാരണം. അല്ലേ? അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘവും അവരിവിടെ നിന്ന് ഈ സഹാബിമാരുടെ അടക്കമുള്ള ആളുകളുടെ വിഭവങ്ങൾ ശേഖരിച്ച് കച്ചവടം ചെയ്ത് ഭീമമായ ലാഭവുമായി തിരിച്ചു വന്ന് അങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന മുത്തുനബിയെയും അനുയായികളെയും വകവരുത്താനും അവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളിൽ നന്നായിട്ട് പണി നടന്നില്ലേ? അങ്ങനെയല്ലേ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അങ്ങനെയല്ലേ ബദർ സംഭവിക്കുന്നത്? അല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കടന്നാക്രമണം നടത്തിയോ ഇങ്ങോട്ട്? ഞാനിത് പറയാൻ കാരണം, ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ബദർ യുദ്ധമെന്നും ഉഹദ് യുദ്ധമെന്നും ഖന്തഖ് യുദ്ധമെന്നും ഖൈബർ യുദ്ധമെന്നും ഹുനൈൻ യുദ്ധമെന്നും ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് യുദ്ധപ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നവർ ചരിത്രം പഠിക്കണം. ഇസ്ലാമിൽ ഈ പറയുന്ന യുദ്ധങ്ങളുടെ മുഴുവനും പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ പ്രതിരോധം മാത്രമായിരുന്നു ഇതെല്ലാം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. അങ്ങനെയാണ് ബദറിൻ്റേത്. അതിനുശേഷം നടന്ന ഉഹദോ, ബദറിലേറ്റ പരാജയം, ആ ഒരു നാണം മറക്കാൻ വേണ്ടി അവർ സംഘടിപ്പിച്ചതല്ലേ ഉഹദ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഏതായിരുന്നാലും 1000-ഓളം വരുന്ന ശത്രു സൈന്യം, സർവായുധ സജ്ജരായി വരുന്ന ആ ശത്രു സൈന്യം 313, അതായത് 300 ചില്ലാനം വരുന്ന സഹാബിമാരോടൊപ്പം യുദ്ധം ചെയ്ത് സർവായുധ സജ്ജരായ 1000 ആളുകളെ, നിരവധി പേരെ യമപുരിക്കയച്ച
ബദർ പോരാട്ടം നടക്കുന്നത് ഇതുപോലെ ഒരു റമദാനിൽ 17-നായിരുന്നു. അതുകൊണ്ട് സത്യം അവിടെ വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും അള്ളാഹുവിൻ്റെ വലിയ സഹായം ലഭിച്ചു. ആത്മാർത്ഥമായി ഉറച്ച നീയത്തോടുകൂടി ദൃഢമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ വന്നാൽ അതിനെതിരെ മല കണക്കെ പർവ്വതം കണക്കെ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി വന്ന എന്തൊരു ഭീഷണിയെയും അനായാസം നേരിടാനും ഇവിടെ സത്യത്തിന് വിജയിക്കാനും സാധിക്കും എന്നതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം. നമ്മൾ മനസ്സിലാക്കണ്ടേ, പഴയ കാലത്തൊക്കെ ബദർ പടപ്പാട്ടുകൾ ധാരാളം പാടിപ്പറഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാൻ തരത്തിലുള്ള പരിപാടികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴും മാഷാ അല്ലാഹ് അങ്ങനെയുള്ള ബദർ പാടിപ്പറയലുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ തദ്രീബിൻ്റെ 1ാമത്തെ ബാച്ചിൻ്റെ സമാപന സംഗമം നടന്നത്, സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്തത് മഅദിനിൽ വെച്ചായിരുന്നു, മലപ്പുറം. വർഷങ്ങളായി ബദർ ദിനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബദർ പാടിപ്പറയൽ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള ചരിത്രങ്ങളും വിശ്വാസികളായ നമ്മുടെ ഹൃത്തടത്തിലേക്ക് കയറി വരണം. പറഞ്ഞു വന്നത്, നാം എപ്പോഴും ആ ബദറിൻ്റെ സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃത്തടത്തിലേക്ക് കൊണ്ടുവരണം. എന്തിനു വേണ്ടി? നമ്മുടെ ഈമാൻ ദൃഢമാകുന്നതിന് വേണ്ടി, ഈമാൻ ഉറക്കുന്നതിന് വേണ്ടി. അങ്ങനെ ബദർ നൽകുന്ന ആ വലിയ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസം ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി. ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് റമദാൻ 17. വിശ്വാസികളുള്ളിടത്തൊക്കെ ആ ദിവസത്തെ സ്മരിക്കും. അന്ന് ബദർ മൗലിദുകളോതും, ബദർ പടപ്പാട്ടുകൾ പാടും, ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും. അല്ലേ? നമ്മുടെയൊക്കെ നാടുകളിലുണ്ടാവും. ഈ കുറച്ച് ദിവസങ്ങളിൽ ബദർ മൗലിദ് സദസ്സുകളൊക്കെ വ്യാപകമായി ഉണ്ടാവും. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അല്ലേ? അതെങ്ങനെ കേൾക്കും? ഇലാഹി സല്ലിമിൽ ഉമ്മഹ് മിനൽ ആഫാതി വന്നിഖ്മഹ് വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മഹ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അല്ലേ? ദാഹമൗതത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളങ്ങനെ ചൊല്ലും മനസ്സറിഞ്ഞ്. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ, വലിയുമ്മമാരൊക്കെ അസ്മാഉൽ ബദറൊന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലുന്ന, അല്ലേ? എത്ര ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ധാരാളം ഉമ്മമാർ. അല്ലാഹ് നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ബദർ നമ്മൾ അനുസ്മരിച്ചേ പറ്റൂ, വിസ്മരിക്കാൻ പാടില്ല. ബദർ സമരത്തിൻ്റെ ആ ചരിത്രം നമ്മൾ നന്നായി പഠിക്കുകയും വേണം. ബദർ പടപ്പാട്ടൊക്കെ മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ അത് വിശ്വാസി ഹൃദയങ്ങളിൽ ശരിക്കും നല്ല ടച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം ബളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്, അബിയദ് വർണ്ണമതാം പിൻ രണ്ടും അസ്വദുമാമേ. അല്ലേ? എന്തൊരു ഇമ്പമാണത് കേൾക്കാൻ. ഹക്കാന കോന മറാൽ മക്കാവു ബിട്ട് നബി പക്ക മദീന തണവായി. അല്ലേ?
ഒരു കാലത്ത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് അതായിരുന്നു, എല്ലാവരുടെയും പാട്ടുകൾ. മാഷാ അല്ലാഹ്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ തിരിച്ചു വരണം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ബദരീങ്ങളുടെ സ്മരണകൾ നമ്മുടെ നാവിൽ വരണം. ഓർമ്മ വന്ന 1-2 വരി ചൊല്ലിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കാവൽ നമുക്കെല്ലാവർക്കും നൽകട്ടെ. എല്ലാവരും അസ്മാഉൽ ബദർ പതിവാക്കണം, അസ്മാഉൽ ബദർ ചൊല്ലണം. മാഷാ അല്ലാഹ്, ബദരീങ്ങളുടെ പേര് ചൊല്ലുന്ന വീട്, ബദരീങ്ങളുടെ പേര് എഴുതി വെച്ച വീട്, ബദരീങ്ങളുടെ പേര് പതിവാക്കുന്ന വ്യക്തി, ഇങ്ങനെ തുടങ്ങി ബദറുമായിട്ടുള്ള കണക്ഷനുള്ള ആളുകൾക്കൊക്കെ വലിയ സൗഭാഗ്യമാണ്, വല്ലാത്ത ഹിഫ്ളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വാഹനങ്ങളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ജോലികളിലും ബിസിനസ്സുകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ ഇങ്ങനെയുള്ള പേരുകൾ പറഞ്ഞ് അല്ലെങ്കിൽ പേടിപ്പിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കാതെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലവും ഇതിൻ്റെയൊക്കെ ചുറ്റുപാടും മനസ്സിലാക്കിയിട്ട് വേണം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ഖിറാഅത്ത് നടത്താം, അതിലേക്ക് വരാം. സൂറത്ത് യൂനുസ് ആണ് ഇന്ന് തുടങ്ങാനുള്ളത്. സൂറത്തു തൗബ കഴിഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. تلك آيات الكتاب الحكيم. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. നമുക്ക് സൂറത്ത് യൂനുസിൻ്റെ തുടക്കം നോക്കി. അലിഫ് ലാം റാ അല്ലേ? ലാമിലാണ് കൂടുതൽ നീട്ടേണ്ടത് മദ്ദുൽ ലാസിമുള്ളത്. റോ എന്ന് പറഞ്ഞിടത്ത് മദ്ദുൽ ലാസിം ഇല്ല, അസ്ലി മാത്രമേ ഉള്ളൂ. അതായത് റോ കുറച്ച് നീട്ടിയാൽ മതി. ചില ആളുകൾ അവിടെ അലിഫ് ലാം റാ അല്ലെങ്കിൽ റാ വേണ്ട, അലിഫ് ലാം റാ ട്ടോ. ഒന്ന് നോക്കിയേ, അലിഫ് ലാം റാ നോക്കിയേ. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. എങ്ങനെ? തിൽക ആയാതുൽ കിതാബിൽ ഹകീം. أكان للناس عجبا أن أوحينا إلى رجل منهم. أكان للناس عجبا أن أوحينا إلى رجل منهم. أوكي، إلى رجل منهم
أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. ഇനി നമുക്ക് ഒരുമിച്ച് ഞാൻ ഓതിത്തരാം ആ ഭാഗം കേട്ടോ. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس. എൻ്റെ കൂടെ أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. ونوري وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. قال الكافرون إن هذا لساحر مبين. إن ربكم الله الذي خلق السماوات والأرض. أوكي. إن ربكم الله الذي خلق السماوات والأرض. أوبن دايلة. خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه. أوكي. يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. إليه مرجعكم جميعا. റെഡി. വഅദല്ലാഹി ഹഖ്ഖാ. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിലേ വഅദല്ലാഹി ഹഖ്ഖാ എന്ന ഹി ഹ എന്നത് മാറിയിട്ട് ഹി ഹ ആകും, അല്ലെങ്കിൽ ഹി ഹ ആവും. എവിടെ വഅദല്ലാഹി എന്ന അള്ളാഹുവിലുള്ള ഹ ഹ ആവും, ഹഖയിലുള്ളതും ഹ ആവും, അല്ലെങ്കിൽ തിരിച്ച് രണ്ടിലും ഹ ആവും, അല്ലെങ്കിൽ രണ്ടിലും ഹ ആവും. إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا. إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. باقي. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. أوكي. هو الذي جعل الشمس ضياء. يعني جعل الشمس ضياء. لا. والقمر نورا
وقدره منازل لتعلموا عدد السنين والحساب. ഇനി എൻ്റെ കൂടെ വരണേ എല്ലാവരും. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. اوكي ليه؟ ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. يفصل إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. Okay? إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم. എപ്പോഴും പറയാറുണ്ട് ഇന്നല്ലദീന ആമനു കഴിഞ്ഞ് വഅമിലു എന്ന ഐൻ ഫത്ഹാണ് എന്ന് ശ്രദ്ധിക്കണം. വഅമിലു സ്സാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. صدق الله العظيم. الله قبولكنا يا الله സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാനു ഷരീഫിലെ വളരെ പവിത്രമായ പരിപാവനമായ ഈ സമയത്ത് ഈ ദിവസം അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും ഞങ്ങളുടെ കൃഷികളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും ജോലികളിലും വാഹനത്തിലും ഞങ്ങളെല്ലാവരുടെയും വീടുകളിലും വീട്ടുകാരിലും ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെ ആലിമീങ്ങൾക്ക് ഞങ്ങളെ നേതൃത്വത്തിന് ഞങ്ങൾ ഉസ്താദുമാർക്ക് ബദരീങ്ങളെ കാവൽ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്നും എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും പഠിച്ചവനെ അവരെയും ഞങ്ങളെയും ബദരീങ്ങളെ കാവൽ കൊണ്ട് ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകാർ കുടുംബങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഷർറുകളെ മാറ്റി നിർത്തണേ അല്ലാഹ്. ഹസിദീങ്ങളെ ഹസദ്, സാഹിദീങ്ങളെ സെഹർ, ആയിനീങ്ങളെ ഐൻ, എല്ലാ കള്ളന്മാരുടെ കളവുകൾ, ചതിയന്മാരുടെ ചതികൾ എല്ലാറ്റിനെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച മുഴുവൻ ഖൈറായ സംരംഭങ്ങളും
അള്ളാഹുവേ നീ റാഹത്തിൽ നടത്താനും പൂർത്തിയാക്കാനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله